ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാറായെങ്കിൽ മാത്രമേ ഈ റീഡിംഗ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇതൊരു മാനിഫെസ്റ്റേഷൻ ആൻഡ് റീകൺസിലിയേഷൻ വീഡിയോയും കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെയധികം വിശ്വാസപൂർവ്വം പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടി ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ അത്രയും പോസിറ്റീവായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ എനർജി വരും, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വരും. അതുപോലെ തന്നെ എന്താ പറയുക, റീകൺസിലിയേഷൻ അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെയും കൂടി ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഡെഡിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ അത്രയും കോൺസെൻട്രേഷനോട് കൂടി ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഫസ്റ്റ് എനർജിയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ മറികടക്കാനായിട്ടുള്ള ഒരു ആർജവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സമയവും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ തോറ്റു മടങ്ങി പുറകിലേക്ക് പോവുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരു മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും നിങ്ങളുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈ വ്യക്തിയുടെ ചിന്തകളിലായിക്കോട്ടെ തീരുമാനങ്ങളിലായിക്കോട്ടെ ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഉയർന്ന ഒരു തിരമാലയാണ്. അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് ചാടുന്ന എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഉയരത്തിൽ ചാടുന്ന ഡോൾഫിൻസ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ആ ഒരു മീനുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ മറികടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൻ്റെ എനർജീനെയാണ്. കാരണം ഈ പേഴ്സൺ അതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അടിത്തറ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു മനസ്സിലേക്കും ഒരു മാനസിക അവസ്ഥയിലേക്ക് ഒരു മാനസിക തീരുമാനത്തിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ പരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ട് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ആശ്രയിച്ച് ജീവിക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും അവസ്ഥകൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാം. വേറെ ആൾക്കാരെ ആശ്രയിച്ച് ജീവിക്കാം അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ്, വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാം. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് എല്ലാം മാറ്റിയിട്ട് ഈ വ്യക്തി സാമ്പത്തികപരമായിട്ട് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡോർ ടു വാല്യൂ ആണ് ഇവിടെ. ഒരുപാട് കറൻസി, ഒരുപാട് നമ്മുടെ പൈസ, കാശാണ് കാണിക്കുന്നത്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ സോൾവ് ചെയ്യണമെന്നും അതെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കണമെന്നും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരു സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് സേഫ് ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോയിട്ട് ശരിയാവുന്നത് ശരിയായാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം, അഭിപ്രായം, നിലപാട് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രാഗൺ ലെയേഴ്സ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുന്നുണ്ടാകാം. പക്ഷേ ഈ ഒരു കാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇത് അത്ര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡല്ല. കാരണം നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രേതാലയം പോലെ ഇരിക്കുന്ന ഒരു കൂടാരം ആൻഡ് ഓൾസോ ഒരു ഡ്രാഗൺ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രേതാലയം പോലെ ഉള്ളൊരു ഇതാണ്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഭയങ്കര ഇതായിട്ടുള്ളത് രണ്ട് കണ്ണുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളെ പേടിപ്പിക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ പേടിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. അതായത് ആഭിചാര ദോഷങ്ങൾ, കൂടോത്രം, ബ്ലാക്ക് മാജിക് എനർജീസ്, അല്ലെങ്കിൽ എതിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ, ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നിട്ട് അവർ ചിലപ്പോൾ ഒരുപക്ഷെ നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ അവർ നിങ്ങൾക്കിടയിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോവുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് പോവുക, അവർ നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കുക. സോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുക. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സാന്നിധ്യം വളരെയധികം എഫക്റ്റ് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പം എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്ത് കാര്യം ഒഴിഞ്ഞു പോകണം എന്നാണോ ആഗ്രഹിക്കുന്നത്, ആ കാര്യം ഒഴിഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ആഭിചാര ദോഷമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കളുടെ ദൃഷ്ടിദോഷമായിരിക്കാം, അസൂയ ആയിരിക്കാം, അസൂയ കൊണ്ടും കണ്ണീർ കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് മാറും അല്ലേ, അത് ഹീലാകും. അപ്പോൾ അത് ഹീലാകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പ്രാർത്ഥനകളോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സാധാരണഗതിയിൽ ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോകുന്നതായിട്ട്, അത് താനെ ഹീലായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യെസ്, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും, അതായത് ഇപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നതോടുകൂടി, റീഡിംഗ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നം കാരണം, മറ്റുള്ളവരുടെ സാന്നിധ്യം കാരണം നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ്, ഒരു ഒത്തുതീർപ്പിൽ എത്താൻ പറ്റുന്ന ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അതായത് ഒരു കോംപ്രമൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. മനസ്സിലായി? അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുത്തരും. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുത്തരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പലവർക്കും, ഭൂരിഭാഗം ആൾക്കാർക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം.
ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കർമ്മകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷെ അത് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് വേണ്ട എന്ന് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം എന്നുള്ള ചിന്തകൾ വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഭൂരിഭാഗം എനർജി കിട്ടിയിട്ടുള്ളത് മുജ്ജന്മ ബന്ധമായിട്ടാണ്. ഇപ്പൊ മുജ്ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തീർക്കാതെ, ഒരു കാര്യം തീർക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കർമ്മകൾ, അതിന്റെ ബാക്കിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ, ഈ ഒരു ജന്മത്തിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കൂടി മനസ്സിലാക്കുക. അപ്പൊ അവിടെ സങ്കടം വരും, സന്തോഷം വരും, ബാക്ക് സ്റ്റാബിങ് ഉണ്ടാകും, ശത്രുദോഷം ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ടാകും, സർപ്രൈസിങ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള പാഠങ്ങളാണ്. ബിക്കോസ് ഇറ്റ്സ് കം ഫ്രം യുവർ പാസ്റ്റ് ലൈഫ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ട്വിൻ ഫ്ലെയിം കണക്ഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനുമായിട്ട് കാണിക്കുന്നു. അതായത് പാതി വഴിയിൽ മുഴുപ്പിക്കാതെ, അത് കംപ്ലീറ്റ് ചെയ്യാതെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോയിട്ടുള്ള മുജ്ജന്മ ബന്ധമായിട്ടും കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേണി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൗണ്ടറീസ് ഇല്ല, ഇവിടെ ഇവിടെ ഒന്നും തന്നെ ഇല്ല, അതിരുകളില്ല, നിങ്ങൾക്കിടയിൽ മതിൽക്കെട്ടുകളില്ല, നിങ്ങൾ വളരെ സ്വതന്ത്രരാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുമാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്, ഇന്നർ ഹീലിംഗ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഹീലിംഗ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യാതെ മടി പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹീലിംഗിലൂടെ പോയേ പറ്റൂ. ഓക്കെ, കാരണം നിങ്ങൾ ഹീല് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ട്രിഗേഴ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ട്രിഗേഴ്സ് ആണ്, നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക, നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിപ്പിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനെയൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഡീല് ചെയ്യുക. ഓക്കെ, അതിനാണ് ഹീലിംഗ് ചെയ്യാൻ പറയുന്നത്, ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറയുന്നത്. ആൻഡ് ഓൾസോ ദ സൈക്കിൾ ഓഫ് ദ ഇറ്റേണൽ ജോയ് ആണ്. ഇത് അവസാനിക്കുന്നത് ഒരു സന്തോഷത്തിലായിരിക്കും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു സന്തോഷത്തിലായിരിക്കും ഇത് അവസാനിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കാരണം ഇതൊരു സൈക്കിളാണ്, ഇതൊരു കർമ്മത്തിലൂടെ നിങ്ങളുടെ യഥാർത്ഥ സന്തോഷത്തിൽ എത്തിച്ചേരുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇറ്റേണൽ ജോയിലേക്ക്, ഒരു സന്തോഷമായിട്ടുള്ള ഒരു എനർജിയിലേക്കായിരിക്കും ഇത് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് നിങ്ങൾ കഴിവതും 2-3 പ്രാവശ്യം കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റീഡിങ് 3 ദിവസത്തെ ഒരു എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഇതിൽ പലവർക്കും റീകൺസിലിയേഷൻ പോസിബിൾ ആകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സോ ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.